FCRA നിയമത്തിനെതിരെയും നുണകൾ പറഞ്ഞു പരത്തുന്നു പ്രധാനമന്ത്രി. FCRA നിയമത്തിനെതിരെ പ്രതിപക്ഷം നുണപ്രചാരണങ്ങൾ നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. LDFും UDFും കള്ളം പറയുന്നത് ഒരു സ്വഭാവമാക്കി മാറ്റിയിരിക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ ആരുടെയൊക്കെയോ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് രാജ്യം മുഴുവൻ കള്ളം പ്രചരിപ്പിച്ചവർ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി FCRA നിയമത്തിനെതിരെയും നുണകൾ പറഞ്ഞു പരത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരുവല്ലയിൽ NDA തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഏകീകൃത സിവിൽ കോഡിനെതിരെയും കശ്മീർ ഫയൽസ്, കേരള സ്റ്റോറി തുടങ്ങിയ സിനിമകൾക്കെതിരെയും പ്രതിപക്ഷം വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്നും മോദി പറഞ്ഞു. എന്ത് നല്ല കാര്യം ചെയ്താലും അതിനെതിരെ കള്ളം പ്രചരിപ്പിക്കാൻ ഇവർ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. കേരളത്തിൽ BJP മാത്രമാണ് A ടീമെന്നും മറ്റ് രണ്ട് മുന്നണികളും രഹസ്യ പങ്കാളികളാണെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷമായി തന്നോടൊപ്പം നിഴൽ പോലെ പ്രവർത്തിച്ച വ്യക്തിയാണ് തിരുവല്ലയിലെ BJP സ്ഥാനാർത്ഥിയായ അനൂപ് ആന്റണിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തൻ്റെ ഇടത് കൈ പോലെ പ്രവർത്തിച്ചിരുന്ന അനൂപിനെ കേരളത്തിൻ്റെ സേവനത്തിനായി വിട്ടുനൽകുകയാണ്. ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ചവർക്ക് NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇടത് സർക്കാരിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ വലിയ പരിവർത്തനം നടക്കാൻ പോകുന്നു. ഇത്തവണ മാറ്റത്തിൻ്റെ കാറ്റ് അനുഭവപ്പെടുന്നു. ആദ്യമായി BJP NDA സർക്കാർ ഉണ്ടാകാൻ പോകുന്നുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. BJP അധികാരത്തിലെത്തിയാൽ ഡബിൾ എൻജിൻ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിന് കിട്ടും. ഇവിടെ വികസനത്തിൻ്റെ പുതിയ വെളിച്ചം വരും. ക്രൈസ്തവരുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും BJP വികസനം കൊണ്ടുവന്നു. കേരളത്തിൽ വഴിമുട്ടി നിന്ന ദേശീയപാത വികസനം സാധ്യമാക്കി. ശബരിമല വിമാനത്താവള പദ്ധതി വരുന്നതോടെ പുതിയ വികസനത്തിന് വഴിതെളിയും. എന്നാൽ കേരള സർക്കാർ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല. NDA സർക്കാർ വന്നാൽ പദ്ധതി നടപ്പാക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവല്ലയ്ക്ക് വലിയ നേട്ടമാകും ശബരി റെയിൽപാത. യുവാക്കൾക്ക് തൊഴിൽ കിട്ടും. കച്ചവടക്കാർക്ക് ഗുണമാകും. വികസനത്തിൻ്റെ പാതയിൽ അതിവേഗം മുന്നേറും. ഇത് തിരുവല്ലയ്ക്ക് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മഹിളകളുടെ ശാക്തീകരണവും സുരക്ഷയും BJP NDA സർക്കാരിൻ്റെ കടമയാണ്. അടുക്കള മുതൽ എല്ലായിടത്തും ഇത് ചെയ്യുന്നു. ശൗചാലയം, ഭവന നിർമ്മാണം, ചികിത്സാ സംവിധാനം, സുരക്ഷ തുടങ്ങി വിവിധ പദ്ധതികൾ നടപ്പാക്കിയെന്നും തിരുവല്ലയിൽ മോദി പറഞ്ഞു.